ഹലോ മക്കളെ, അപ്പം നമ്മൾ ഓണപ്പരീക്ഷൻ്റെ പവർ ഇങ്ങനെ കയറിക്കൊണ്ട് നിൽക്കുകയാണല്ലേ. ഓക്കെ, ഇപ്പോൾ നമ്മളിങ്ങനെ എജുബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു എന്തുണ്ട് ഒരു പരിപാടി ഇങ്ങനെ തുടങ്ങി വെച്ചിട്ടില്ലേ. അപ്പോൾ എന്താണ് ഓരോ ചാപ്റ്റേഴ്സും നമ്മൾ എന്താണ് ആ ചാപ്റ്റേഴ്സിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്ത് പോവുമായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ മാത്രമേ വന്നിട്ടുള്ളൂ, 2ൻ്റെ വന്നിട്ടില്ല, 3ൻ്റെ വന്നിട്ടില്ല, 4ൻ്റെ വന്നിട്ടില്ല, 5ൻ്റെ വന്നിട്ടില്ല അല്ലേ. ഓക്കെ, നോക്കുന്ന സമയത്ത് ഓണപരീക്ഷയ്ക്ക് നമുക്ക് ഏകദേശം 5ഓളം ചാപ്റ്ററിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യേണ്ടതുണ്ട് അല്ലേ. ഓക്കെ, അപ്പം ആസ് പെർ ദ ഇയർ പ്ലാന് നമ്മുടെ ഗവൺമെൻറ് ഇയർ പ്ലാൻ പ്രകാരം എന്താണ് പറയുന്നത് വെച്ചാൽ ഫോർ ദ എക്സാമിനേഷൻ നമ്മുടെ ഓഗസ്റ്റ് ആകുമ്പോഴത്തേക്കിന് 5 ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യണം കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ആ 5 ചാപ്റ്റേഴ്സ് നിന്നാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഓണപരീക്ഷ ഇടേണ്ടത് എന്നുള്ളതാണ്. ആ ഒരു അറിവ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞതുപോലെ തന്നെ വി ആർ ഗോയിങ് ടു എക്സ്പ്ലെയിൻ അല്ലേ. ഈ പറഞ്ഞതുപോലെ തന്നെ ഓരോ ചാപ്റ്റേഴ്സിലും എന്തൊക്കെയാണ് ഉള്ളത്. അപ്പോൾ എന്തൊക്കെയാണ്, ചില ചാപ്റ്റേഴ്സ് എന്തായിരിക്കും വലിയ ചാപ്റ്റർ ആയിരിക്കും, ചില ചാപ്റ്റർ എന്തായിരിക്കും ചെറിയ ചാപ്റ്റർ ആയിരിക്കും, അങ്ങനത്തെ ഒരു ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, എനിവേ ഹിയർ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഓണപരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ചാപ്റ്റർ 2 ആയിട്ടുള്ള ഈ പറഞ്ഞതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്, ബിസിനസ് സ്റ്റഡീസിലെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് അല്ലേ. ഓക്കെ, ഈ ചാപ്റ്റർ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഈ ചാപ്റ്റർ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒന്ന് നോക്കിയിട്ടുള്ള ഒരാൾക്കാർക്ക് മനസ്സിലാവും ഇതിലാകെ ഒരു 4 ടോപ്പിക്സ് അല്ലെങ്കിൽ ഒരു 5 ടോപ്പിക്സ് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ അല്ലേ. ഓക്കെ, അപ്പോൾ എന്താ ഗുണം? ഒരു 5 ടോപ്പിക്സ് അല്ലെങ്കിൽ 4 ടോപ്പിക്സാണ് വരുന്നത് കൊണ്ടുള്ള ഗുണം എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കുന്ന സാധനങ്ങൾ ഭയങ്കര സ്പെസിഫിക് ആയിരിക്കും. അപ്പോൾ അവർക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മാത്രമേ ചോദിക്കാൻ പറ്റുള്ളൂ എന്നുള്ള സ്കോപ്പാണ് അതിൽ റെസ്ട്രിക്റ്റ് ആവുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഓക്കെ, പഠിക്കുമ്പോൾ നമ്മൾ ടോട്ടൽ ചാപ്റ്റർ പഠിക്കുന്നുണ്ട്, എന്നാലും ദിസ് പാർട്ട് ഈസ് എ വെരി ഗുഡ് വൺ. ഓക്കെ എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് നോക്കാം? ഈ പറഞ്ഞതുപോലെ തന്നെ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് ചാപ്റ്റർ 10. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ 2 വ്യക്തികളുടെ കുറച്ച് പ്രിൻസിപ്പിൾസിനെ കുറിച്ച്, 2 വ്യക്തികൾ ബിസിനസ് മാനേജ്മെൻറ്റിനെ കുറിച്ച് ഉണ്ടാക്കിയ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് കേട്ടാൽ അറിയാം എവിടെ നിന്നായിരുന്നു നമ്മൾ പറഞ്ഞത്? ഹെൻറി ഫയോളിനെയും FW ടൈലറിൻ്റെയും പ്രിൻസിപ്പിളിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലേ. ഓക്കെ, അത്ര മാത്രമാണ് ഈ ചാപ്റ്ററത്തെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. പക്ഷേ എന്താണ്, ഏകദേശം 14ഓളം പ്രിൻസിപ്പിൾസ് ആര് കൊണ്ടുവന്നിട്ടുണ്ട്? ഹെൻറി ഫയോൾ കൊണ്ടുവരികയും അതുപോലെ തന്നെ ഏകദേശം 4ഓളം പ്രിൻസിപ്പിൾസ് ആര് കൊണ്ടുവന്നിട്ടുണ്ട്? FW ടൈലറും അതുപോലെ തന്നെ 6ഓ 7ഓ 8ഓ ടെക്നിക്സും എന്തുകൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്? ആര്? FW ടൈലർ. അപ്പോൾ നോക്കുന്ന സമയത്ത് 2 പേരുടെയും കോൺട്രിബ്യൂഷൻ ടു ദ മാനേജ്മെൻറ്റ് വേൾഡ് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഏകദേശം സെയിം ആയിട്ട് വരുന്നുണ്ട്. 2 ആളുടെ ഭാഗത്തു നിന്ന് ഒരു 10, 12, 14 എണ്ണം പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ബൈ ഹാർഡ് ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കി പഠിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഓരോ ടോപ്പിക്സും എന്താണെന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, അതിൻ്റെ ഉള്ളിൽ കൂടി ഒന്ന് യാത്ര ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് ഓരോ കാര്യങ്ങളും പറയുന്നത് എന്നുള്ളത്. ഹെൻറി ഫയോൾസ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഏകദേശം 14ഓളം പ്രിൻസിപ്പിൾസ് ആണ് നമുക്ക് ആര് പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുള്ളത്? ഹെൻറി ഫയോളിൻ്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഹെൻറി ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസ് പഠിക്കുന്ന സമയത്ത് മക്കളെ ഓക്കെ പ്രീവിയസ് ഇയേഴ്സ് അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ വരെ നമ്മുടെ ഒരു ചോദ്യ പേപ്പറിൻ്റെ ട്രെൻഡ് എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ അവരെങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുക എന്ന് പറഞ്ഞാൽ ദേ വിൽ ആസ്ക് ക്വസ്റ്റ്യൻസിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു 8 പ്രിൻസിപ്പിൾസ് എഴുതുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു 8 പ്രിൻസിപ്പിൾസ് എഴുതുക എന്നുള്ള രീതിയിലായിരുന്നു ക്വസ്റ്റ്യൻ പാറ്റേൺ. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നു എളുപ്പം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു 8 എണ്ണം എന്ത് ചെയ്താൽ മതിയായിരുന്നു? എഴുതി എക്സ്പ്ലെയിൻ ചെയ്താൽ മതിയായിരുന്നു. മൊത്തം 14 എണ്ണത്തിൽ. അപ്പോൾ നമ്മൾ പറയായിരുന്നു ഏതെങ്കിലും ഒരു 8 എണ്ണം അല്ലെങ്കിൽ 10 എണ്ണം കൃത്യമായിട്ട് പഠിച്ച് വെച്ചോളൂ കേട്ടോ, അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? എന്തായാലും ഒരു എസ്സേ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ പാറ്റേണിൽ ഒരു ചെറിയ ഡിഫറൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവർ ഈ പറഞ്ഞതുപോലെ തന്നെ 8 എണ്ണം ഇഷ്ടമുള്ളത് എഴുതാൻ പറയുന്നതിന് പകരം അവർ എന്ത് ചെയ്തു? അവർ സ്പെസിഫിക്കലി പറയും ഓക്കെ ഈ 8 എണ്ണമാണ് നിങ്ങൾ വിശദീകരിക്കേണ്ടത് അല്ലെങ്കിൽ ഈ 4 എണ്ണമാണ് നിങ്ങൾ വിശദീകരിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരൊറ്റൊന്നും എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എല്ലാ ക്വസ്റ്റ്യനിലും അല്ലെങ്കിൽ എല്ലാ പ്രിൻസിപ്പിൾസും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? പഠിക്കേണ്ടതുണ്ട്. ആ 14 പ്രിൻസിപ്പിൾസ് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചാലേ നമുക്ക് അവർ ചോദിക്കുന്ന പ്രിൻസിപ്പിൾ ഏതാണെന്ന് അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. സെയിം ഫിലോസഫി അപ്ലൈസ് ഫോർ ദ എന്തെങ്കിലും ടൈലറിനും അതെന്ത് ചെയ്യും? അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ 4 പ്രിൻസിപ്പിൾസാണ് ആർക്കുള്ളൂ? ടൈലറിനുള്ളൂ. ഓക്കെ, 4 പ്രിൻസിപ്പിൾസിനെ കുറിച്ച് നമുക്ക് വലിയ വേവലാതില്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്താണ് എന്നുള്ളൊരു ക്വസ്റ്റ്യനും കൂടി ഒരു പക്ഷേ അവർ ചോദിച്ചേക്കാം. വാട്ട് യു മീൻ ബൈ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്? അതെന്താണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ 4 പ്രിൻസിപ്പിൾസിൽ ഫസ്റ്റ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്മിൻ്റെ ഡെഫിനിഷൻ തന്നെ എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും? യു ക്യാൻ സ്കോർ ദാറ്റ് മാർക്ക് ഓൾസോ. അപ്പോൾ അതും എന്താണ്? ഒരു സേഫ് സോൺ ആയിട്ട് നമുക്ക് വെക്കാം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പം ഇത് 4 പ്രിൻസിപ്പിൾസ്. ടെക്നിക്സിൻ്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്താണ്, ടെക്നിക്സിലാണ് കുറച്ചും കൂടി ഇൻ ഡെപ്തിലേക്ക് അവർ പോകുന്നത്. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ഒക്കെ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ഈ പറഞ്ഞ പോലെ തന്നെ ഇതിലുള്ളതാണ് എന്ത്? ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് കേട്ടോ. അപ്പോൾ ഈ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്നൊക്കെ ഒരു ക്വസ്റ്റ്യന് എന്തായാലും എന്ത് ചെയ്യും? അവർ ചോദിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ,
ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. അതിൽ ഒരുപാട് ടെക്നിക്സ് പറയുന്നുണ്ട്, മെത്തേഡ് സ്റ്റഡി പറയുന്നുണ്ട്, അതേപോലെ ഫാറ്റിക് സ്റ്റഡി പറയുന്നുണ്ട്, കോസ്റ്റ് സ്റ്റഡി പറയുന്നുണ്ട്, ടൈം സ്റ്റഡി പറയുന്നുണ്ട്. അതൊക്കെ വളരെ ചെറിയ കാര്യങ്ങളാണ്. അതെന്ത് ചെയ്യുക, അത് മൊത്തത്തിൽ ടെക്നിക്സ് എന്നുള്ള രീതിയിൽ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് മാറ്റുക. വെൻ ഇറ്റ് കംസ് ടു ദ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് യു ജസ്റ്റ് ഗിവ് സം മോർ ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഫങ്ഷണൽ ഫോർമാൻഷിപ്പിൻ്റെ ഭാഗത്തുമ്പോൾ അത് കൃത്യമായിട്ട് അതിൻ്റെ 8 ആൾക്കാർ, 8 ക്ലർക്സിനെ കുറിച്ചും 8 സുപ്പീരിയേഴ്സിനെ കുറിച്ചും ഒക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ ഈ 2 ടോപ്പിക്സ്, ഇഫ് യു ആർ ഗുഡ് അറ്റ് ദീസ് 2 ടോപ്പിക്സ്, ഈ പറഞ്ഞതുപോലെ തന്നെ ഹെൻറി ഫയലും FW ടൈലറും നിങ്ങളുടെ പോക്കറ്റിലാണെങ്കിൽ യു ഡോണ്ട് വെറി അബൌട്ട് ദ സെക്കൻഡ് ചാപ്റ്റർ നിങ്ങൾക്ക് എന്തായി സെറ്റായി, നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടി എന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ അത് എക്സ്പെക്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്തിനു പറയാനുള്ളത് സെക്കൻഡ് ചാപ്റ്ററിൽ. അത് കൂടാണ്ട് പറയാനുള്ളത് എന്തൊക്കെയാണ്, നേച്ചറും സിഗ്നിഫിക്കൻസും എന്നുള്ളതാണ്. ഓക്കെ, ഒരു ബോർഡ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ ഐ വുഡ് ഹാവ് ടോൾഡ് അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ടതെന്നായിരുന്നു. പക്ഷേ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വി ആർ എക്സ്പെക്ടിങ് ഒരു 15 മാർക്സ് ഒക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു പക്ഷേ അവർ എന്ത് ചെയ്യേണ്ടി വരും, ദേ ആർ ഫോഴ്സ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്, നേച്ചറും സിഗ്നിഫിക്കൻസും പോലും കൂടി എന്ത് ചെയ്യേണ്ടി വരും, ക്വസ്റ്റ്യൻ ഇടേണ്ടി വരും. കാരണം ഇവർക്ക് ആകെ 4 ടോപ്പിക്സേ ഉള്ളൂ. അവരെന്ത് ചെയ്യണം, 10-15 മാർക്കിന് ചോദ്യം ചോദിക്കണം എന്നുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും, എല്ലാ ക്വസ്റ്റ്യൻസും ഇടാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ്. ചിലപ്പോൾ മാർക്കിംഗ് സ്കീമൊക്കെ മാറും. അവർ സ്കൂൾ തന്നെ ഇടുകയാണെങ്കിൽ ചിലപ്പോൾ 40 മാർക്കിൻ്റെ 50 മാർക്കിൻ്റെ ഒക്കെ ചെറിയ ക്വസ്റ്റ്യൻ പേപ്പർ ആക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ ഈ പറഞ്ഞതുപോലെ ഹെൻറി ഫയലിൻ്റെയും FW ടൈലറിൻ്റെയും വെയിറ്റേജിൽ ഒരു മാറ്റവും. ദെൻ കംസ് ടു ദി നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് കേട്ടോ. ഒരു 5 നേച്ചർ, 5 സിഗ്നിഫിക്കൻസ്, മാക്സിമം അത്ര പഠിച്ചു വെച്ചാൽ മതി. 5 പോയിന്റ്സ് ഫ്രം ദീസ് 2. ഓക്കെ, ബാക്കി ഇതിൻ്റെ മുകളിലേക്കുള്ള സാധനങ്ങൾ അപ് ടു ദിസ് നിങ്ങൾ എന്ത് ചെയ്യണം, ആക്കി വെക്കണം. ഓക്കെ, അതാക്കി വെച്ചാൽ ഈ ചാപ്റ്റർ എന്നുള്ള 80% മാർക്ക് നിങ്ങൾക്ക് ഷുവറായിട്ടും സ്കോർ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ, സോ ഇഫ് യു ഫീൽ ലൈക്ക് ദാറ്റ്, ഓക്കെ ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി പഠിക്കേണ്ടതുണ്ട്, കുറച്ചും കൂടി ലൈവ് ക്ലാസ്സസ് ഒക്കെ കിട്ടേണ്ടതുണ്ട്, ഇപ്പോൾ പഠിച്ചതുപോലെ ഒന്നും പഠിച്ചാൽ പോലെ ഈ ചാപ്റ്ററിൻ്റെ ഒക്കെ റിവ്യൂ ക്ലാസ്സസ് കാണുന്ന സമയത്ത് കുറച്ചും കൂടി ഒക്കെ അറിയേണ്ടതുണ്ടെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ എഡ്യൂപോർട്ട് ഹാസ് പ്രൊവൈഡഡ് യു ദ ബെസ്റ്റ് കോച്ചിങ് ഫോർ ദ വെരി ചീപ്പർ പ്രൈസിൽ. ഒരു 999 rupees നമുക്ക് എന്തുണ്ട്, വി ഹാവ് ദിസ് കോഴ്സസ് വിത്ത് ഓൾ റെക്കോർഡഡ് ക്ലാസ് ആൻഡ് PYQ തിങ്സ്. ഓക്കെ, PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതിൻ്റെ റെക്കോർഡഡ് സെഷൻസ്, സോൾവിങ് ക്വസ്റ്റ്യൻ പേപ്പറിന്, അങ്ങനെ ഒരുപാട് സൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദ ഹോൾ കോമേഴ്സ് സിലബസിന് വെറും 999 rupees ആണ് പ്രൊവൈഡഡ് ബൈ ദ എഡ്യൂപോർട്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ജസ്റ്റ് ഗോ ടു ദ ലിങ്കിൽ, നമ്മുടെ താഴെ ലിങ്ക് ഉണ്ട്, അല്ലെങ്കിൽ ഗൂഗിൾ ഫോം ഉണ്ട്. ഇഫ് യു ഫിൽ ദാറ്റ് ഫോം, നമ്മുടെ എഡ്യൂപോർട്ടിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് ഒരു കോൾ വരുന്നതാണ്. യു ക്യാൻ ആസ്ക് മോർ ഡീറ്റെയിൽസ് അബൌട്ട് ദീസ് തിങ്സ്. എന്നിട്ട് എന്ത് ചെയ്യാം, ഈ പറഞ്ഞതുപോലെ തന്നെ പേയ്മെൻറ്റ് ചെയ്തിട്ട് എൻറോൾ വിത്ത് അസ് ആൻഡ് കം ജോയിൻ അവർ കോഴ്സസ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അതിൻ്റെ മറ്റൊരു ലിങ്കും കൂടി ഉണ്ട്, യു ക്യാൻ യൂസ് ദാറ്റ് ലിങ്ക്. ഓക്കെ, എല്ലാവർക്കും എഡ്യൂപോർട്ടിൻ്റെ ഒരു ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ ആൻഡ് ഹാവ് എ നൈസ് ഡേ.